ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെട്ടിവേഷൻ തുണിയായിട്ടാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു കുട്ടി ഫ്രോക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു സാധാരണ തുണിയാണ് കേട്ടോ, ചെറിയൊരു തുണിയാണ്, വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്കതിൽ കുറച്ച് മിനുക്ക് പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒരു അടിപൊളി ഫ്രോക്കാക്കി എടുക്കാം. ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ അറിയില്ല, ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ നല്ല രീതിയിലൊന്നും അറിയില്ല, എൻ്റേതായ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നെപ്പോലെ അറിയാത്തവർക്ക് എങ്ങനെ ഒരു ഫ്രോക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അങ്ങനത്തെ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്ന വെട്ടിക്കഷ്ണം തുണി. അപ്പോൾ ഈ ഒരു കളറായിരുന്നു. ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗം. അപ്പോൾ ഞാനിത് 4 മടക്കാക്കിയിട്ട് ജസ്റ്റ് എടുക്കുന്നുണ്ട് ആ ഒരു തുണി. അപ്പോൾ ഇത് വലിയ തുണിയാണ്, നമുക്ക് ഇത്രയും പീസ് തുണിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്കാക്കിയിട്ട് ഞാൻ ഇതേപോലെ 4 പീസാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അളവെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാനൊരു കുട്ടി ഡ്രസ്സാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കുട്ടിയെടുപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അളവെടുത്ത് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ അളവെടുക്കുന്നുള്ളത്. ഫസ്റ്റ് ഷോൾഡറിൻ്റെ അളവാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് 10 ഇഞ്ചായിരുന്നു. അപ്പോൾ 10ൻ്റെ പകുതി 5 ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ 5 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് ഷോൾഡർ. ഇനി നമുക്ക് എടുക്കാനുള്ളത് കഴുത്താണ്, അതായത് കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ. ഇത് നമ്മൾ ഷോൾഡറാണ് മുഴുവനായിട്ട് എടുത്തിട്ടത്. കഴുത്ത് എന്ന് പറയുന്നത് ഈ ഒരു ഷോൾഡറിൻ്റെയും അതേപോലെ തന്നെ കൈൻ്റെയും അവിടെ വരുന്ന ഇടയിലുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കിയ ടൈമിൽ 2.5 ഇഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ടത് കഴുത്തിൻ്റെ അകലാണ്, അല്ല കഴുത്തിൻ്റെ ഇറക്കാണ്. അപ്പോൾ ആ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഞാൻ 2.5 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കഴുത്തിൻ്റെ അകലം കൂടെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഈ ഒരു അകലങ്ങളൊക്കെ അതായത് അളവൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് വീതി നോക്കാം. അപ്പോൾ വീതി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മടക്കി നോക്കിയിട്ട് ഇതുപോലെയാണ് എടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മടക്കി, അപ്പോൾ നമ്മൾ തുണി 4 മടക്കാക്കിയിട്ടാണുള്ളത്. അപ്പം ഞാൻ 6 ഇഞ്ച് ജസ്റ്റ് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് പ്ലസ് 7 ഇഞ്ച് വേണ്ട, നമുക്ക് തയ്യൽ തുമ്പടക്കം 7 ഇഞ്ച്. പിന്നെ നീളം നോക്കിയിട്ടുണ്ടായിരുന്നു, നീളം 11 ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ജുബയാണല്ലോ. അപ്പം ഞാൻ കുറച്ച് ഇറക്കത്തിലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ഇറക്കം വേണം, എത്ര നീളം വേണം, അത്ര അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ 15 ആയിരുന്നു അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ള കൈക്കുഴിയാണ് കേട്ടോ. അപ്പോൾ കൈക്കുഴി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഷോൾഡർ വരുന്നില്ല, അതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കൈക്കുഴി വരിക. ആ കൈക്കുഴി 5.5 ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് 5.5 നേരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ലംബായിട്ടൊക്കെ വരച്ചു. പിന്നെ ഞാൻ കൈക്കുഴീൻ്റെ ജസ്റ്റ് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് വരക്കാം കേട്ടോ. അതേപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് അവിടെ ഇങ്ങനെ വളച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെ നമ്മൾ റൗണ്ടായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് അറേഞ്ച് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ ബ്രസ്റ്റിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതാണ് ബ്രസ്റ്റിൻ്റെ ലെങ്ത് അല്ല, ബ്രസ്റ്റിൻ്റെ വീതി, അതായത് അവിടെ എത്ര വേണമെന്നുള്ളത്. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് 6 ഇഞ്ചായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം. നമ്മളൊരു ഫ്രോക്കാണല്ലോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പൊക്കെ നമുക്ക് ജസ്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വീതിൻ്റെ അവിടെ ഇങ്ങനെ ജസ്റ്റ് 6 ഇഞ്ചായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. 6 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമ്മൾ 7 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ലൈന് വരച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രോക്കാണല്ലോ, അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഇങ്ങനെ വിടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയാണ് വളച്ചിട്ടൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് തയ്യൽ തുമ്പടക്കം നമ്മൾ അങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീളവും അവിടെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യാനാണുള്ളത്. അപ്പം നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തതിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള തയ്യലാണ്, എനിക്ക് അറിയാവുന്നത് മാത്രം. ഞാൻ ആദ്യമേ പറയാം, ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാനിങ്ങനെയാണ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും വീഡിയോ കണ്ടിട്ടും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്കും എൻ്റെ കൂടെ ഇങ്ങനെ ഒന്നും അറിയാത്തവർക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് വരാനുള്ള അങ്ങനത്തെവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. കാരണം നല്ല രീതിയിൽ തയ്യൽ അറിയാവുന്നതാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോൾ ഈശ്വര ഇത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൈയാണ്. അപ്പോൾ കൈ ഞാൻ ജസ്റ്റ് ഒരു സ്ലീവ്ലെസ് പോലെ അതിന് ജസ്റ്റ് അവിടെ മാത്രമായിട്ടൊരു കൈ, അതിപ്പോൾ എൻ്റെ തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനത്തെ കൈയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം വീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വീതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. 1.5 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നീളം എന്ന് പറയുന്നത് 5.5 ഇഞ്ചായിരുന്നല്ലോ കൈക്കുഴി. അപ്പോൾ കൈക്കുഴീൻ്റെ 5.5 ഇഞ്ച് എന്ന് പറയുമ്പം അതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കണം. കാരണം നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞിക്കൈ അങ്ങനെയാണ്. അപ്പം ഞാൻ 5.5 ഇഞ്ചിന് പകരം 11 ഇഞ്ചായിട്ട് നമ്മൾ തയ്യൽ പ്ലസ് തയ്യൽ 11 ഇഞ്ച് പ്ലസ്
2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ കൂട്ടി മൊത്തം 13 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ഞാൻ കൈക്ക് വേണ്ട പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ രണ്ട് കൈൻ്റെയും അറ്റം ജസ്റ്റ് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ അവിടെയും അതേപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെ വെക്കാൻ വേണ്ടിയിട്ടൊരു കട്ട് പീസ് വേണം. അപ്പോൾ അത് ഞാൻ ഒരു നീളത്തിലുള്ളൊരു പീസാണ് എടുത്തത്. വീതി 1.5 ഇഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ നീളത്തിലുള്ളൊരു പീസ് എടുത്തു. അതിപ്പോൾ നമുക്ക് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുകൊണ്ടാണ് ഞാൻ നീളമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, എത്ര നീളമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു വലിയ പീസ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് നെക്കിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ ആ ഒരു പീസ് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളച്ചിട്ട് തന്നെ അടിക്കണം, ഇതേപോലെ വളഞ്ഞ് വരണം കേട്ടോ ആ ഒരു അടിപ്പ്. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് അതിനിങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണ്. നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ, അരയിഞ്ച് വിട്ടിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അടുപ്പിൻ്റെ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെ കട്ട് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നേരെ തിരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തോടു കൂടി നമ്മൾ അതിൻ്റെ ഇപ്പം അടിച്ചില്ലേ ആ ഒരു വശങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഇതൊക്കെ സംഭവങ്ങളൊക്കെ അടിയിലാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ വളച്ചടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ആ ഒരു ഷേപ്പൊക്കെ പോയി റൗണ്ടൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കൊളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇപ്പം അടിച്ച് വെച്ച ആ ഒരു ചീത്ത വശങ്ങൾ, അതായത് ഒരു കട്ട് പീസ് തുണി ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു. എല്ലാം ഒന്ന് അടിയിലേക്ക് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് വീണ്ടും ഒരടിപ്പ് കൂടെ കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു തൊട്ട് മേലെ കൂടെ, അതായത് നമ്മൾ ആ കഴുത്തുണ്ടല്ലോ കഴുത്തിൻ്റെ തൊട്ട് മേലെ കൂടെ നമ്മൾ ഇതേപോലെ ഒരടിപ്പ് കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ഭയങ്കര സ്പീഡിൽ തന്നെയാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത്തിരി സ്പീഡ് കുറച്ച് കാണിച്ചു, ബാക്കിയൊക്കെ നമ്മൾ സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഈ ഒരു ഉള്ളിലുള്ള ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഉള്ളിൽ ഇതേപോലെ മടക്കിയിട്ട് അതിൻ്റെ പുറത്തൂടെ നമ്മൾ ഒരടിപ്പ് കൊടുക്കുകയാണ്. അതായത് ചീത്ത വശത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ മടക്കിയിട്ട് ഉള്ളിലേക്ക് എങ്ങനെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്തു കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഫ്രോക്ക്, അതായത് 2 പീസ് ഉണ്ടല്ലോ ഇത്, അപ്പോൾ ഒരു ഫ്രോക്കിൽ ചെയ്യുന്നത് ഒരു ഭാഗത്ത് ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം സെയിം പോലെ തന്നെയാണ് അടുത്ത ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും അങ്ങനെ മുഴുവനായിട്ട് കാണിക്കേണ്ട കാര്യമില്ല. ഒന്നെങ്ങനെയാണ് ചെയ്യുന്നത് അതങ്ങനെ തന്നെ നമ്മൾ അടുത്ത പീസും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആ ഒരു മടക്കിയടിക്കലും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ കൂട്ടി കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു 2 പീസ് ഉണ്ടല്ലോ 2 പീസ് നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഷോൾഡർ കൂട്ടി കൊടുക്കണം. അപ്പോൾ ഒരു പീസിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്കാക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടിൻ്റെ നല്ല വശങ്ങൾ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരു അടിപ്പ് കൊടുക്കണം കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 2 സൈഡും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഷോൾഡർ നമ്മൾ കൂട്ടിക്കൊടുത്തു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് കൈയാണ്. അപ്പോൾ കൈക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്ലേറ്റ് ഇട്ട കൈയാണ് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മളിങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വരും കേട്ടോ ആ ഒരു കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബാക്കോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സ്ലീവ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതെനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന സ്ലീവിനെക്കാട്ടും ഒത്തിരി എളുപ്പമുള്ളതായിട്ട് തോന്നിയിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വളച്ച് വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ കൂട്ടാൻ വേണ്ടിയിട്ട് ഷോൾഡറിനോട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു ഭാഗം നമ്മൾ ഷോൾഡറിനോട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ അങ്ങനെ കൈയും കൂടെ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗങ്ങളും നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഒരു കട്ട് കൊടുത്താൽ മതി കേട്ടോ, നടുവിലായിട്ട്. എന്നിട്ട് അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൈ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ജസ്റ്റ് ആ ഒരു കീറും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ അടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 പീസിനെയും നമ്മൾ അടി ഇതേപോലെ തന്നെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രോക്കിൻ്റെ പരിപാടി ഏതാണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഉള്ളിലുള്ള അടിപ്പൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൈ തൊട്ടിട്ട് ആ ഒരു അടിഭാഗം വരെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചൊക്കെ സെറ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിപ്പൊക്കെ അടിക്കുന്ന ടൈമിൽ ലോക്ക് ചെയ്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചെയ്തിട്ടുള്ള ഫ്രോക്ക്. ഒരു 8 മിനിറ്റ് കൊണ്ട് ചെയ്തു. പക്ഷേ ഭയങ്കര നീറ്റൊന്നും ആയില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്തതാണ് ഇങ്ങനത്തെ ഒരു ഫ്രോക്ക്. അതുപോലെ ഒട്ടും തയ്യൽ അറിയാഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത് പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ.